BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ വിജയുടെ തമിഴക വെട്രി കഴകത്തിലെ MLA-മാർ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ്. ഏപ്രിൽ 23-ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടിയായിരുന്നു TVK തമിഴ്നാട്ടിൽ വിജയിച്ചത്. എന്നാൽ ഭൂരിപക്ഷം തികയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ RV ആർലേക്കർ വിജയെ മടക്കി അയച്ചിരുന്നു. 2 തവണയാണ് വിജയ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ സർക്കാർ രൂപീകരണത്തിന് 118 നിയമസഭാംഗങ്ങളുടെ പിന്തുണ കത്തുകൾ നൽകണമെന്നാണ് ഗവർണർ നിർബന്ധിച്ചിരിക്കുന്നത്. അതിൽ 5 സീറ്റുകളുള്ള കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ചെറുകക്ഷികളുടെ സഹായത്തോടെ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നായിരുന്നു പാർട്ടി പ്രതീക്ഷിച്ചത്. നിലവിൽ ഭൂരിപക്ഷം നേടാൻ TVKക്ക് 10 സീറ്റുകൾ കൂടി ആവശ്യമുണ്ട്. ഇത് സംബന്ധിച്ച് ഇടതുപക്ഷമായും ചില ചെറിയ പാർട്ടികളുമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിജയ് AIADMKയിലെ ഒരു വിഭാഗം MLA-മാരുമായി ചർച്ചകൾ നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ AIADMK മുതിർന്ന നേതാവ് CV ഷൺമുഖത്തെ പിന്തുണയ്ക്കുന്ന 28 MLA-മാരെ പുതുച്ചേരി പൂർണ്ണാംകുമ്പത്തെ റിസോർട്ടിലേക്ക് മാറ്റിയതും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു. വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരണത്തിൽ പിന്തുണ നൽകുന്ന കാര്യം ഇവർ പരിഗണിക്കുന്നതായി വന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം അരങ്ങേറിയത് എന്നാണ് വിവരങ്ങൾ. 112 പേരുടെ പിന്തുണ ഉള്ളപ്പോൾ 6 MLA-മാരുടെ കുറവ് നികത്താനാണ് TVK ഇപ്പോൾ AIADMKയിൽ അതൃപ്തരെ ലക്ഷ്യമിടുന്നത്. അതേസമയം AIADMK MLA-മാർക്ക് പുറമെ ചെറുകക്ഷികളായ CPM, CPI, VCK എന്നിവരുടെ പിന്തുണയും TVK നേടിയിട്ടുണ്ട്. നിലവിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമുണ്ടായാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുന്നതിനെ കുറിച്ച് TVK നിയമോപദേശം തേടി സജ്ജരായിരിക്കുകയാണ്. എന്നാൽ ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് 108 MLA-മാരും രാജിവെക്കാൻ പോകുന്നുവെന്ന് TVK മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഇതിനോടകം തന്നെ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ചുവടുവെപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇരു പാർട്ടികളും തമ്മിൽ ധാരണ ഏർപ്പെടാനുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ BJP-യുമായുള്ള സഖ്യം AIADMK അവസാനിപ്പിക്കണമെന്ന് DMK ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. TVK പക്ഷത്തേക്ക് നീങ്ങാൻ തയ്യാറെടുത്ത VCKയെയും കയ്യിലെടുക്കാൻ മന്ത്രിസ്ഥാനം നൽകാമെന്ന് DMK വാക്കു നൽകിയിട്ടുണ്ട്. ഇത് VCKയെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുമെന്നാണ് DMK വിലയിരുത്തുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIADMKയും ശ്രമം നടത്തുന്നത് TVK രാജിവെക്കുന്നതിലൂടെ ജനരോക്ഷം ഉയർത്താൻ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ വലിയ സംഘർഷമാകും തമിഴ്നാട്ടിൽ ഉണ്ടാകുക. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.